ആംബുലൻസിന് മുകളിലേക്ക് വൈദ്യുതി തൂൺ പൊട്ടി വീണ അപകടമുണ്ടായി. പാലക്കാട് ഷൊർണൂർ കണയത്ത് മൃതദേഹവുമായി പോകുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്കാണ് വൈദ്യുതി തൂൺ പൊട്ടി വീണത്. കണ്ടെയ്നർ ലോറി വൈദ്യുതി ലൈനിൽ കൊളുത്തി വലിച്ചതോടെയാണ് 4 തൂണുകൾ തകർന്നു വീണത്. മെഡിക്കൽ കോളേജിൽ നിന്ന് ബോഡി ആയിട്ട് അയലക്കാട് വഴി കൊപ്പത്തേക്ക് പോയിരുന്നു. ആ പോകുന്ന വഴിയിൽ ഫ്രണ്ടിലൊരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു. ആ വണ്ടി പോസ്റ്റിൻ്റെ ഇലക്ട്രിക്കൽ ലൈനിന് മുകളിൽ കയറി കുളത്തിയിട്ട് പോസ്റ്റ് അടക്കം ഒടിഞ്ഞ് ഒന്ന് എൻ്റെ വണ്ടിയുടെ മുകളിലേക്കും ഒന്ന് റോഡിലേക്കും വീണു. തലനാര ഇടയ്ക്കാണ് എൻ്റെ മുന്നിലൊരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു, അവർ രക്ഷപ്പെട്ടു. ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചെല്ലുന്നുണ്ട്. ഗോകുൽ, വൈദ്യുതി തൂൺ വീണ അപകടം, വൈദ്യുതി കമ്പി പൊട്ടി വീണ് ജീവൻ നഷ്ടമാകുന്ന അത്തരം അപകടങ്ങൾ സമീപകാലത്ത് വിവിധയിടങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. അതിന്റെ തുടർച്ചയായി ഇപ്പോഴത്തെ ഒരു വാഹനം കൊളുത്തി വലിച്ചതിന്റെ ഭാഗമായി ഒരു ആംബുലൻസിന് മുകളിലേക്കാണ് വീണിരിക്കുന്നത്. വലിയ അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറയുന്നത് പോലെ. തീർച്ചയായും വളരെ അപകടകരമായ സാഹചര്യമായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ടൊരു പ്രശ്നവും ഉണ്ടായില്ല എന്നുള്ളതാണ്. മൃതദേഹവുമായി പോകുന്ന ആംബുലൻസിന്റെ മുകളിലേക്കാണ് ഇത്തരത്തിൽ വൈദ്യുതി തൂൺ പൊട്ടി വീണത്. വൈദ്യുതി കമ്പികൾ വീണു. പക്ഷെ അതിൽ നിന്ന് ഡ്രൈവർക്കോ മറ്റുള്ളവർക്കോ ഒന്നും തന്നെ വൈദ്യുതാഘാതം ഏറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കുളപ്പുള്ളിക്ക് സമീപമാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. മെഡിക്കൽ കോളേജിൽ നിന്ന് വരികയായിരുന്നു. ഇതിനിടയിൽ മുന്നിൽ പോയ കണ്ടെയ്നർ ലോറിയാണ് വൈദ്യുതി തൂണിൽ കൊളുത്തി വലിച്ചത്. അങ്ങനെ 4 തൂണുകളടക്കം ഒടിഞ്ഞു വീണു. പക്ഷേ ആളുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക്, ഈ ആംബുലൻസിന്റെ ആ മുൻവശത്തേക്ക് വീണില്ല, അതിന്റെ പിൻഭാഗത്തേക്കാണ് വീണത്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 പോസ്റ്റുകൾ തകർന്നു വീഴുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് വൈദ്യുതാഘാതം ഏറ്റില്ല. വലിയ ഒരു ദുരന്തത്തിലേക്ക്, അപകടത്തിലേക്ക് പോയില്ല എന്നാണ് ഗൂഗിൾ നൽകുന്ന വിവരം.